ഹായ് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഒരു 1 വീക്ക് നമ്മുടെ എൻജിൻ സ്റ്റോപ്പ് ആണെങ്കിൽ നമ്മൾ 1 വീക്കിൽ ഒരു പ്രാവശ്യം ഒരു ടെസ്റ്റിംഗ് നടക്കും. എല്ലാം എൻജിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യും. അപ്പം ഇന്ന് നമ്മൾ ആ ദിവസമാണ് നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ കം ടു വീഡിയോ. അപ്പോൾ മെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യണം. ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈമിംഗ് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് പ്രൈമിംഗ് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു 3 ബാർ പ്രഷറിന് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്തല്ല ബ്ലോ ത്രൂ ചെയ്യണം. ബ്ലോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ കോക്കെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ വാൾവ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എയർ ഓപ്പൺ ചെയ്ത് ലിവർ പ്രസ് ചെയ്യുമ്പോൾ ബ്ലോ ത്രൂ ആവും. ഓക്കെ, ബ്ലോ ത്രൂ ആയിട്ടുണ്ട്. വാൾവ് ക്ലോസ് ചെയ്ത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സീക്വൻസാണ് ഇന്നത്തെ. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കാറിൻ്റെയൊക്കെ എഞ്ചിനാണെങ്കിൽ നമ്മളിങ്ങനെ ബാറ്ററി കൊടുക്കുമ്പോഴത്തേക്ക് ബാറ്ററിയിലാണ് സെൽഫ് കൊടുക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ടാവും. നോർമൽ സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു സിസ്റ്റം അല്ല ഷിപ്പിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വലിയ എഞ്ചിൻ ആയതുകൊണ്ട് അതിന് സെൽഫ് വയ്ക്കാൻ പറ്റത്തില്ല, പിന്നെ ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും വലിയ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കംപ്രസ്ഡ് എയർ വെച്ചിട്ടാണ്. ഓക്കെ, അതിന് സെപ്പറേറ്റ് എയർ ബോട്ടിൽ വരും, പിന്നെ കംപ്രസർ വരും. ഇപ്പോൾ കംപ്രസർ സ്റ്റാർട്ട് ചെയ്ത് എയർ ബോട്ടിൽ ഫില്ല് ചെയ്യും. ഒരു 30 ബാർ പ്രഷർ ആ ഒരു മെയിൻറ്റെയിനിൽ നമ്മൾ എയർ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയർ ഓപ്പൺ ചെയ്തിട്ട് പിസ്റ്റണിലോട്ട് എയർ കൊടുത്ത് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് എൻജിൻ സ്റ്റാർട്ടാകും. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എയർ ബോട്ടിൽ. ആ എയർ ബോട്ടിലാണ് നമ്മൾ എയർ ഫില്ല് ചെയ്യുന്നത്. ഇത് കംപ്രസറാണ്. കംപ്രസർ വെച്ച് എയർ ബോട്ടിൽ എയർ ഫില്ല് ചെയ്ത് നമ്മൾ 30 ബാർ പ്രഷർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞ് വാൾവ് ഓപ്പൺ ചെയ്ത് ഇത് ബ്ലോ ത്രൂ ചെയ്യാനുള്ള ലിവർ പ്രഷർ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലോ ത്രൂ ആവും. അപ്പോൾ ഫോർവേഡിലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡിലോട്ട് പോകും. അതിന് ഹെഡ് എന്ന് പറയും. പിന്നോട്ടാണെങ്കിൽ ആസ്റ്റേൺ എന്ന് പറയും. അപ്പോൾ പിന്നോട്ട് വലിക്കുമ്പോഴത്തെ ആസ്റ്റേൺ എന്ന് വെച്ചാൽ റിവേഴ്സ് വരും. ഫോർവേഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും. അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് സ്റ്റാർട്ടാകും. ഇതിപ്പോൾ റിവേഴ്സിലോട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ റെഡ് ലൈറ്റ് ബ്ലിങ്കാവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നോട്ട് വലിക്കുമ്പോഴത്തേക്ക് ആസ്റ്റേണിലോട്ട് സ്റ്റാർട്ടാവും. പിന്നോട്ട് അപ്പോൾ പിന്നോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് റണ്ണിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി അടുത്തിരുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതിനെക്കുറിച്ചും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.